ഈശ്വര, ഇതെന്നെ കാണണേ. ഓ, രക്ഷപ്പെട്ടു. എൻ്റെ പൂജയ്ക്ക് താൻ എന്നോടിങ്ങനെ പിണങ്ങിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. തന്നോടുള്ള സ്നേഹക്കൂടുതലും കൊണ്ടല്ലേ ഞാൻ എൻ്റെ മാല വിറ്റ് തനിക്ക് മോതിരം വാങ്ങിയത്. അതിൻ്റെ പേരിൽ താൻ ഇങ്ങനെ എന്നോട് പിണങ്ങുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ദയവ് ചെയ്ത് ആ മോതിരം നീ തിരിച്ചു വാങ്ങണം. എൻ്റെ പ്രണയവും. അത് വെറും മോതിരമല്ല, എൻ്റെ ഹൃദയമാണ്. പ്രേമപൂർവ്വം, സ്വന്തം ആദി. ആദിക്കുട്ട, 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 നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നീ ഇവിടെ എന്തെടുക്കുമായിരുന്നോ? അയ്യോ, എന്താടാ എന്താടാ, എന്തു പറ്റി? എടാ എടാ ആദിക്കുട്ട, അയ്യോ ആദിക്കുട്ട, എന്താ മക്കളെ, എന്താ പറ്റിയേ? മോനെ, പൂജമോളെ, 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 ആമി, എന്റെ ദൈവമേ, എന്താ എന്താ മുത്തശ്ശി? മോനെ, ആദ്യക്കൂട്ടം മിണ്ടുന്നില്ല മോളെ. നിന്നിപ്പോ ഊമയായി പോയെന്നാ തോന്നുന്നത്. അയ്യോ മോനെ, അയ്യോ എനിക്ക് വയ്യ. അയ്യോ പോലെ എന്ത് പറ്റിയടാ? ആദി, ദൈവമേ, ഇത് ആരാണ്ട് കൂടോത്രം ചെയ്ത തന്നെ. മിണ്ടായിരടി അവിടെ. മോനെ, ആദി മോനെ, ആദി മോനെ, എന്റെ ദൈവമേ, മോനെ, എന്റെ ദൈവമേ, അയ്യോ ആദിക്കുട്ട, അയ്യോ വാതിൽ തുറന്നേ. അയ്യോ കഥവ് തുറക്കടാ. എനിക്ക് വയ്യ മോനെ. ആദിക്കുട്ട, കഥവ് തുറക്കടാ. കഥവ് തുറക്ക. അയ്യോ എന്റെ മോനെ, ആദി മോനെ, ആദിക്കുട്ട. അയ്യോ മോനെ, മോനെ, നിനക്ക് എന്താ പറ്റിയേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ലേ? അയ്യോ അവിടെ പിന്നെ നീ എന്താ ഇത്ര നേരം മിണ്ടാതിരുന്നേ? അത് പിന്നെ എനിക്ക് പല്ലുവേദന ആയിരുന്നു. പല്ലുവേദനയോ? എവിടെ നോക്കട്ടെ. മരുന്ന് വെച്ച് തരട്ടെ? അത് വേണ്ട, അത് മാറി. ഇത്ര പെട്ടെന്നോ? അമ്മേ, ചില പല്ലുവേദന അങ്ങനെയാ. ഇന്നാണ് ഒരു ദിവസം രാത്രിയില്ലേ. നിന്നോടല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞേ? അയ്യോ മോനെ, നിനക്ക് ആശുപത്രിയിൽ എങ്ങാനും പോണോ? വേണ്ട മുത്തശ്ശി, അത് മാറി. ഓ, ഞാനും പേടിച്ചു പോയി. മോനൊരു കാര്യം ചെയ് മോനെ, കുറച്ചു നേരം പോയി കിടക്ക്. അപ്പോഴേക്കും മുത്തശ്ശി കരയാമ്പൂ ഏലക്കായി വിട്ട് നല്ലൊരു ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാം. പല്ലുവേദനയൊക്കെ പമ്പ കടന്നോളും. ശരി മുത്തശ്ശി. മോളെ, നീയും കൂടെ ചെല്ല്. കുറച്ചു നേരം ഇവന്റെ അടുത്തിരുന്ന് തലയൊന്ന് തടവി കൊടുക്കും. അയ്യോ മുത്തശ്ശി, എനിക്ക് അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നിട്ടാണോ ഇവിടെ കിടന്ന് ഈ പരാക്രമമൊക്കെ കാണിച്ചേ? മിണ്ടരുത്, ഞാൻ പറയും, നീ അതങ്ങ് കേട്ടാ മതി. ചെല്ലു മോളെ. എന്താ തനിക്കെന്താ പറ്റി? ഒന്നുമില്ല. തല തിരുമണോ? വേണ്ട. താൻ കുറച്ചേരം റൂമിൽ പോയി കിടന്നാ ഞാൻ തല തിരുമ്മി തരാം. വേണ്ട.